അച്ഛാ ആ പാടത്തെ കൊണ്ട് കുത്തി വെക്കാം. സൂപ്പർ ആയിട്ടുണ്ട് മോളെ. നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിട്ട് പോയാലേ ആൾക്കാർ നമ്മളെ തിരിച്ചറിയുകയും റെസ്പെക്ട് ചെയ്യുകയൊക്കെ ചെയ്യുള്ളൂ. ഉള്ളത് പറയാലോ അച്ഛാ, അച്ഛനെ കാണാൻ ഒരു സിനിമാതര ലുക്ക് ഉണ്ട്. മോളെ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഡിസൈസീവ് ആയൊരു ദിവസമായിരുന്നു. എന്നെ അപമാനിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്ത ചിലർക്ക് മറുപടി കൊടുക്കുന്ന ദിവസം. ഇതിലെങ്കിലും നീ രക്ഷപ്പെടുവോടാ? എന്ത് ചോദ്യമാണ് ഇത്? ഉറപ്പായിട്ടും വിജയിക്കും. പിന്നെ ഈ നാട്ടിലെ കുളങ്ങൾ, പാടങ്ങൾ, കലുങ്കുകൾ, പാലങ്ങൾ, ഇലക്ട്രിക് പോസ്റ്റ് വരെ ഇനി മുതൽ ഈ കോൺട്രാക്ടർ പ്രകാശിൻ്റെതായിരിക്കും. ആ കോളാകാതെ ഇരുന്നാ മതി. അമ്മേ, എനിക്ക് അമ്മയുടെ അനുഗ്രഹം. അതെപ്പോഴും ഉണ്ട് മക്കളെ. നീ ഇത് വല്ലതും കഴിച്ചിട്ട് പോവാ. അമ്മേ, ഞാൻ എന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പൊ എന്റെ മക്കളെ, ഡാഡി പോയിട്ട് വരട്ടെ. ഡാഡി പോയി നിങ്ങളുടെ മമ്മി ഉറക്കത്തില്ല. ഉണരുമ്പോ ഡാഡി ഒരു മീറ്റിങ്ങിന് പോയി എന്ന് പറയണം. ഓക്കെ? വേഷം അത്ര സുഖമില്ലൂടെ. എന്റെ വേഷത്തിലൊക്കെ എന്ത് കാര്യമിരിക്കണം? ഇന്ന് പ്രകാശിയാണ് തിളങ്ങേണ്ടത്. അപ്പൊ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ വലിയൊരു ബിസിനസ്സുകാരന്റെ ലുക്കൊക്കെ ഉണ്ട്. ആ കാറോടെ എടുക്കായിരുന്നു. വീട്ടാവശ്യത്തിന് പുറത്തു പോകാൻ മാത്രമേ അമ്മ കാർ അനുവദിക്കുള്ളൂ. കാറിൽ ചെന്ന് ഇറങ്ങിയായിരുന്നെങ്കിൽ ഒരു പഞ്ചായിരുന്നു. നമ്മുടെ ബിസിനസ് ഒക്കെ വിജയിക്കട്ടാ, നമുക്കൊരു ബെൻസ് തന്നെ മേടിക്കാം. ഞാനിപ്പോ ചിന്തിച്ചോളൂ. നമുക്ക് ഏതിനാ കോൺട്രാക്ട് കിട്ടും? എന്റെ പ്രകാശി, അത് അവിടെ ചെന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇപ്പോഴേ കിടന്ന് ഈ ടെൻഷൻ അടിക്കുന്ന എന്തിനാണ് ആ കാര്യം ഓർത്ത്? നമുക്കേ ഈ കമ്പിയും സിമെന്റും ഒക്കെ ശരിക്ക് കമ്മീഷൻ മേടിക്കണം. പറ്റിയ പാർട്ടി എന്റെ കയ്യിലുണ്ട്. നമുക്കേ ഇത് പണിയുമ്പോ ചെലവ് കുറഞ്ഞ മെറ്റീരിയൽ ഇട്ട് നമുക്ക് പണിയാം. അപ്പൊ ഇഷ്ടംപോലെ ലാഭം നമുക്ക് കിട്ടും. അതൊക്കെ പറ്റുമോ? പറ്റുമോന്ന് ഞാൻ കൂടുതൽ നിൽക്കുമല്ലേ. അടുത്ത എന്റെ പ്ലാൻ എന്നറിയോ? പ്രകാശിനെ കൊണ്ട് NH-ന്റെ മെട്രോയുടെ വർക്ക് എടുപ്പിക്കും. അതെന്റെ സ്വപ്നമാണ്. അത്രയ്ക്കൊക്കെ ആർത്തി വേണം. ആർത്തിയില്ലാത്ത ഒരു പാർട്ടി. മോഹം കണ്ടു കഴിഞ്ഞറിയാം ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഇതേക്കുറിച്ച് സ്വപ്നം കണ്ടു കിടന്നിട്ടില്ലേ? ഇത് പോടാ പോയി. പ്രകാശി, നമ്മളിത് ഒരു പ്രതീക്ഷ കൂടെ ഉണ്ടോ? നിങ്ങള് തകർക്കണം. പിന്നെ ഇത് ഞാൻ സമ്മതിക്കൂ? കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ നിന്നേച്ചാ മതി. ഏറ്റടാ പോയി. നീ പറഞ്ഞ അതുപോലെ ഞാൻ കേൾക്കും. അത് മതി.